എല്ലാവർക്കും മമ്മാസ് മലയാളി കിച്ചണിലേക്ക് സ്വാഗതം. കുറച്ച് ചക്കക്കുരുവാണ് ഇന്ന് മെഴുക്ക് പുരട്ടി വയ്ക്കാൻ എടുത്തിരിക്കുന്നത്. ഇന്ന് ഉച്ചയൂണിന് ഒരു ചക്കക്കുരു മെഴുക്ക് പുരട്ടി വയ്ക്കാമെന്ന് വെച്ചു. ആദ്യമായിട്ട് ഈ കൊല്ലം ഒരു ചക്ക ഇട്ടതാണ്. അത് നന്നായിട്ടും മൂത്തിട്ടും ഇല്ലായിരുന്നു. പക്ഷേ അത് പുഴുങ്ങി കഴിച്ചു. അതിൻ്റെ കുരുവാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ നന്നായിട്ട് കുരു പൊളിച്ച് അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. മെഴുക്ക് പുരട്ടിക്കാവുമ്പം കുറച്ച് വലുതായിട്ടാണ് ഞുറുക്കിയെടുത്തിരിക്കുന്നത്. ഇനി അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം ഇതൊന്ന് വേവിക്കുക. പാത്രത്തിലിട്ടിട്ട് കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ ഇട്ടാണ് ഞാനിത് വേവിക്കുന്നത്. അങ്ങനെ മെഴുക്ക് പുരട്ടി വെക്കുമ്പം തേങ്ങ കൊത്തി ഇട്ട് വെച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ ഇതിലേക്ക് ഇട്ടു. ഇനി ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ഇടുന്നത്. ഇതിനാവശ്യത്തിനുള്ള ഉപ്പ്. ഇനി ഇതിലേക്ക് ഒരു കുറച്ച് കറിവേപ്പില. ഇത് വേവാൻ ആവശ്യത്തിനുള്ള ഒരു 1/2 ഗ്ലാസ് വെള്ളം, ഇത്രയും മതി. അതും കൂടെ ഒഴിച്ച് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ആദ്യം കുരു ഒന്ന് വേവിച്ചെടുക്കാം. ഇത്രയും സംഗതികളാണ് ആദ്യമേ, ഇത്രയും പൊടികളാണ് ചേർക്കുന്നുള്ളൂ ഞാൻ. അത് കഴിഞ്ഞ് വെന്തതിന് ശേഷമാണ് ബാക്കി ചേരുവകൾ ചേർക്കുന്നത്. ഇത് ഇനി വേവിക്കാനായിട്ട് അടുപ്പത്ത് വയ്ക്കാം. അടുപ്പത്ത് വെച്ച് ഒരു 10 മിനിറ്റ് മൂടി വെച്ച് വേവിക്കുക. ഇടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. 10 മിനിറ്റ് ആകുമ്പോഴത്തേനും നന്നായിട്ട് ഈ കുരു വെന്തിരിക്കും. ഇപ്പം തന്നെ ഇത് വെന്തിട്ടുണ്ട്. ഇത് ഒരു കഷ്ണം നമുക്ക് എടുത്ത് നോക്കാം. കണ്ടോ, വെന്ത് കഴിഞ്ഞു. പക്ഷേ അതിനകത്ത് ഇത്തിരി വെള്ളം കൂടെ വറ്റാനുണ്ട്. അതുകൊണ്ട് ഒന്നും കൂടെ മൂടി വയ്ക്കാം. ഒരു 2 മിനിറ്റും കൂടി ഇരിക്കട്ടെ. ഇപ്പം വെള്ളമെല്ലാം വറ്റി. കണ്ടോ, കുരു നന്നായിട്ട് വെന്തിട്ടുണ്ട്. എന്നാൽ വെന്തങ്ങോട്ട് ഉടഞ്ഞു പോകരുത്. ആ പാകത്തിൽ വേണം നമ്മൾ മെഴുക്ക് പുരട്ടി വെക്കാനായിട്ട് കുരു വേവിക്കുമ്പോൾ നമ്മൾ വാങ്ങേണ്ടത്. ഇനി ഇത് വാങ്ങി മാറ്റി വെക്കാം. ഇനി ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് ഇതിലേക്ക് ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം മെഴുക്ക് പുരട്ടിക്കായതുകൊണ്ട് ഇത്തിരി എണ്ണ കൂടുതൽ വേണം. എങ്കിൽ മാത്രമേ ആ ചക്കക്കുരു നല്ല മുരിഞ്ഞ് കിട്ടുകയുള്ളൂ. മുരിഞ്ഞ് വരണം. അതാണ് മെഴുക്ക് പുരട്ടിയുടെ ഒരു പാകം. ഇതിലേക്ക് 1 സ്പൂണ് കടുകിട്ട് പൊട്ടായി. ഇനി ഇതിലേക്ക് ടേസ്റ്റിന് വേണ്ടി ഒരു 1/2 സ്പൂണ് പെരുംജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. സൂപ്പർ ടേസ്റ്റാണ് ഇങ്ങനെ പെരുംജീരകം ഇട്ട് മെഴുക്ക് പുരട്ടി വെക്കുമ്പോൾ. അതും ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 3/4 സ്പൂണ് മല്ലിപ്പൊടിയാണ് ഇട്ടിരിക്കുന്നത്. ഒരു 1/2 സ്പൂണ് മുളക് പൊടിയും കൂടെ. മുളക് ഇതിന് മുമ്പ് നമ്മൾ ഇട്ടിട്ടില്ല. അതുകൊണ്ട് ഒരു 1/2 സ്പൂണ് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നു. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. അതിൻ്റെ കളറൊക്കെ മാറി ഒരു ബ്രൗൺ കളറായി വരണം. ഇങ്ങനെ ചക്കക്കുരു ഇങ്ങനെ മെഴുക്ക് പുരട്ടി വെച്ച സൂപ്പർ ടേസ്റ്റാണ് ഇത്. ഇനി ഇതിനകത്തേക്ക് ഞാനിവിടെ പൊടിച്ച് വെച്ചിരുന്ന ഗരം മസാല ഒരു 1/2 സ്പൂണും കൂടെ ചേർത്ത് കൊടുക്കുന്നു. അതും കൂടെ ഇട്ടൊന്ന് ഇളക്കി ഇത് ഉണ്ടാക്കാം. നല്ല കളർ ഇങ്ങനെ മാറി വരണം. ആ കളറായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്കിനി വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു ഇട്ട് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ ചക്കക്കുരു മെഴുക്ക് പുരട്ടി വെച്ച് നമ്മൾ ഇറച്ചിക്കറി മാറി നിൽക്കുക. അത്രയ്ക്ക് ടേസ്റ്റാണ്. ഈ ഗരം മസാലയും പെരുംജീരകവും ഒക്കെ കൂടെ ഇട്ട് ഇങ്ങനെ ചക്കക്കുരു മെഴുക്ക് പുരട്ടി വെക്കുമ്പോൾ ഇനി എല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് എല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ടോ, നല്ല കളറോടുകൂടി നല്ല കണ്ടോ. ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ പല പ്രാവശ്യം ഒന്ന് ഇളക്കി മറിച്ചിട്ട് കൊടുക്കണം. എങ്കിലാണ് ആ കറിയുടെ അതൊന്ന് മൊരിഞ്ഞ് വരുള്ളൂ. ഈ ചക്കക്കുരു ആ തേങ്ങാക്കൊത്തും ഒന്ന് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം. ആ പാകത്തിൽ വേണം നമ്മൾ ഇത് വാങ്ങാനായിട്ട്.
ഇപ്പം തന്നെ ഇത് കണ്ടോ, കളറൊക്കെ മാറി നല്ലൊരു ഇതായി വന്നിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലാണ് വരുന്നത് ആ ഗരം മസാലയുടെ പെരുംജീരകത്തിൻ്റെ ഒക്കെ. കുഴഞ്ഞു പോകാതെ വേണം നമ്മളിങ്ങനെ മെഴുക്ക് പുരട്ടി വെക്കുമ്പോൾ എടുക്കാനായിട്ട്. കണ്ടോ, ഇപ്പം തന്നെ ഇത് മുരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ മെഴുക്ക് പുരട്ടി നല്ലൊരു മുരിഞ്ഞു വരുന്ന പാകത്തിന് വേണം വാങ്ങാൻ. ഇതാ നമ്മുടെ മെഴുക്ക് പുരട്ടി ഇപ്പോൾ ഇവിടെ നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള മെഴുക്ക് പുരട്ടി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടോ, ഒട്ടും കുഴയാതെ നല്ല സൂപ്പറായിട്ട്. നല്ല ഇറച്ചിക്കറിക്കായാലും സാധാണ് ഇങ്ങനെ മെഴുക്ക് പുരട്ടി വെച്ചാൽ ചക്കക്കുരു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും കാണാം. താങ്ക് യു.